ഹലോ, ഇതടുത്ത ദിവസമാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് പോവാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ നമ്മുടെ കൂടെ നിന്ന് 2 പേരും കൂടെ ഉണ്ട് കേട്ടോ. നിയാസ് ബ്രോയും വൈഫും ഉണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഇങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നത് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലോട്ടാണ്. ഫുൾ കാടാണ് കേട്ടോ മുത്തങ്ങ എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തൊക്കെ പോകുന്നത്. അത്യാവശ്യം നല്ല ക്ലൈമറ്റും നല്ല കോട നിറഞ്ഞ ഒരു സ്ഥലമാണ് മുത്തങ്ങ എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ലോങ് ആയിരുന്നു കേട്ടോ. ഒരുപാട് നേരം നമ്മൾ കാറിലൊക്കെ ഇരുന്നു. പക്ഷെ നല്ല അടിപൊളി സ്ഥലം. പിന്നെ ഞങ്ങൾ കാറിനകത്ത് പാട്ടൊക്കെ ഇട്ട് വൈബ് അടിച്ചിട്ടൊക്കെയാണ് പോയത്. പിന്നെ ഞങ്ങളിപ്പോൾ കയറിയത് താമരശ്ശേരി ചുരമാണ് കേട്ടോ. കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നല്ല തണുപ്പായിരുന്നു. പിന്നെ ഒരു വ്യൂ പോയിൻ്റൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. സത്യം പറഞ്ഞാൽ നല്ലോണം ആസ്വദിച്ചു ഞങ്ങൾ അവിടെ നിന്ന് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് താമരശ്ശേരി ചുരത്തൊക്കെ വരുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് സൂപ്പറായിരുന്നു കേട്ടോ. ഇത് ഫീൽ ചെയ്യണമെങ്കിൽ ഇവിടെ വന്നാൽ എത്ര പേര് വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ്. നല്ല അടിപൊളി വൈബായിരുന്നു.
എത്തി ഒരു ഗാർഡനിൽ കയറി കേട്ടോ. അകത്തോട്ടൊന്നും കയറിയില്ല. അകത്തൊക്കെ കയറുന്നതിന് ടിക്കറ്റ് എടുക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഫുൾ ചെടികളൊക്കെ ആയിരുന്നു. ടിക്കറ്റൊക്കെ എടുക്കണം നമ്മൾ അകത്ത് കയറുന്നതിന്. അതൊന്നും ഞങ്ങൾ നിന്നില്ല, ജസ്റ്റ് കണ്ടപ്പം കയറിയെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വരെ ജസ്റ്റ് ഒന്ന് മഴയൊക്കെ പെയ്തു. മഴ പെയ്തപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മൾ മുത്തങ്ങ കാട്ടിലോട്ടെത്തി. മുത്തങ്ങ എന്ന് പറയുന്നത് ഫുൾ കാടാണ്. കാട്ടിൽ കുറേ മൃഗങ്ങളും ഒക്കെ ഉണ്ട്. ആന, മയിൽ, അതുപോലെ തന്നെ കുരങ്ങന്മാർ. കുറേ കുരങ്ങന്മാരാണ് കൂടുതലും കേട്ടോ. ചെറിയ കുരങ്ങും വലിയ കുരങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. റോഡ് സൈഡിലും ആ പാലത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ കുരങ്ങന്മാരായിരുന്നു. കാട് ഫുൾ കുരങ്ങന്മാരായിരുന്നു. പിന്നെ 2-3 മാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല ഷോട്ടിൽ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കുരങ്ങന്മാർ റോഡ് സൈഡിൽ വരുന്നതും. ഇത് നമ്മളെന്തെങ്കിലും ഫുഡ് കൊടുക്കുന്നോ എന്ന് പറഞ്ഞായിരിക്കും അത് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മയിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഷൂട്ട് ചെയ്തതൊക്കെ നല്ല രസമായിട്ടാണ് കേട്ടോ. അമ്മയും മോളുമൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അതൊന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ വെറും പതുക്കെയാണ് പോയത്. കാരണം എന്തെങ്കിലും നമ്മുടെ മുമ്പിൽ കൂടെ ക്രോസ് ചെയ്താലോ എന്ന് പേടിച്ച്. അതുപോലെ നമ്മൾ അവിടെ ഇറങ്ങി നിന്നൂടാ. അതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ്. സോ നമ്മളെ അങ്ങനെ പുറത്ത് നിന്നാൽ അതൊക്കെ ഫൈനാണ്. എപ്പോഴും ഫോറസ്റ്റുകാർ ഇതിലൊക്കെ പാസ് ചെയ്യുന്നതാണ്. പിന്നെ പ്ലാസ്റ്റിക് ഇടാൻ പറ്റില്ല, ഫുഡ് ഐറ്റംസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഫോറസ്റ്റ് ആളുകൾ കണ്ടാൽ നമുക്ക് ഫൈനാണ്. അതുമല്ല വേറെ ബോർഡറാണ്. സോ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം ഞങ്ങളിങ്ങനെ പയ്യെ പോകുന്ന സമയത്ത് വലിയ കാട്ടുപോത്ത് നല്ല സൈസുണ്ട് കേട്ടോ. ഇങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ പോയി നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ക്യൂ ചെയ്ത് പോകുന്ന, ഒന്നിനു പുറകെ ഒന്നായിട്ട് പോകുന്ന നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാട്ടുപോത്തുകളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്രോസ് ചെയ്തിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞാണ് അവർ നിന്നത് കേട്ടോ. പിന്നെ 2-3 കൂടെ ക്രോസ് ചെയ്ത് പോയട്ടോ. നമ്മൾ എന്തെങ്കിലും കാറോ എന്തെങ്കിലും വരുവാണെങ്കിൽ അതിങ്ങനെ പയ്യെ നിന്ന് കാറൊക്കെ പോയിട്ടേ അത് പോകത്തുള്ളൂ. പോവുകയാണെങ്കിൽ തന്നെ കൂട്ടമായിട്ടായിരിക്കും പോകുന്നത്. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇടതും വലതും റോഡ് സൈഡും ഫുൾ ആനകളായിരുന്നു കേട്ടോ. റോഡ് സൈഡിലൊക്കെ ഫുൾ ആനകളായിരുന്നു. നമ്മൾ സിനിമകളൊക്കെ കാണത്തില്ലേ, നമ്മുടെ മുമ്പിൽ കൂടെ ആനയൊക്കെ പോകുന്നതുമൊക്കെ, അതുപോലൊക്കെ പോയായിരുന്നു. ഫുള്ള് ഈ ഏഷ്യാറ്റിക് എലിഫൻറ്റും ആഫ്രിക്കൻ എലിഫൻറ്റും ആയിരുന്നു കേട്ടോ. നമ്മൾ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ കണ്ടു. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് കർണാടക ബോർഡറായിട്ടോ. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ ഒരു കടയിൽ നിർത്തി. ആ കടയുടെ കുറച്ച് മുന്നിലേക്ക് നടക്കുമ്പം ഈ സൂര്യകാന്തിയുടെ പൂന്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഒരാൾക്ക് 10 രൂപയാണ് എൻട്രി ഫീസ് എന്ന് പറയുന്നത്. പക്ഷേ മിക്കതും സൂര്യകാന്തി എല്ലാം വാടിപ്പോയിരുന്നു. ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സൂര്യകാന്തിയൊക്കെ നേരിട്ട് കാണുന്നത്. പിന്നെ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങളൊന്ന് ജസ്റ്റ് ചില്ല് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടൊക്കെ നടന്നു. അവിടെ ഫുള്ള് കൃഷിയാണ് കേട്ടോ. പിന്നെ അവരുടെ വരുമാനം അതൊക്കെയാണല്ലോ. നെല്ല് കൃഷിയാണ് കൂടുതലും അവിടെ ഉള്ളതെന്ന് പറയുന്നത്. പിന്നെ നല്ല രസമാണ് അവിടെ. ജസ്റ്റ് നമുക്ക് റിലാക്സ് ചെയ്ത് നടക്കാൻ നല്ല രസമാണ്. അധികം അങ്ങനെ ആൾക്കാരും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് റിലാക്സ് ചെയ്ത് നടക്കാൻ നല്ലൊരു സ്ഥലമാണെന്ന് പറയുന്നത് എനിക്ക് കണ്ടപ്പം പേഴ്സണലി തോന്നി കേട്ടോ. നല്ല രസമുണ്ട്. ആളുമില്ല, അങ്ങനെ വല്ല റോഡിൽ വല്ല വാഹനങ്ങളും ഇല്ല, അതുപോലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഗായ്സ്, ഞാനിപ്പോൾ എന്താ പറയുന്നതെന്നറിയാമോ? പാണ്ടിപ്പടയ്ക്കത്തൊരു സീനില്ലേ, ഇതെൻ്റെ 30 ഏക്കർ ഭൂമിയാണെന്ന് പറയുന്നത്. ആ ഡയലോഗ് പറഞ്ഞ് ഞാൻ തന്നെ ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതെല്ലാം കണ്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് വരാൻ നേരത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും ബീഫ് കറിയായിരുന്നു. തിന്ന് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം.